ഏടത്തി, ഏതായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവസാനിച്ചത് നന്നായി. ഇനിയിപ്പോ പ്രിയങ്കയോ രാധികയോ ആറ്റുവാശ്ശേരി ഇങ്ങോട്ട് വരില്ല. ശാപങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് കരുതിയാ മതിയമ്മേ. ചേച്ചി അനിയത്തിയും കൂടെ ഒരു ഭർത്താവിന് പങ്കുവെക്കുന്നതും അവരുടെ സംസ്കാരമായിരിക്കും. പക്ഷെ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ, അമ്പലത്തിൽ വെച്ച് പ്രിയങ്കയ്ക്ക് എല്ലാം ബോധ്യപ്പെട്ടത് നന്നായി. അല്ലെങ്കിലേ നമ്മളായിരിക്കും കുറ്റവാളികളാവുക. ഏട്ടത്തി ഒരു കാര്യം ചെയ്. ഏട്ടനോടെ ഇനി ഈ കാര്യം പറയാൻ അധികം വൈകണ്ട. ഈ ബന്ധം അവസാനിപ്പിച്ചിട്ട് വരുണിന് നല്ലൊരു പെണ്ണിനെ നോക്കാം. ആ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് യോജിച്ചത്. കൽപ്പനയുടെ അനിയത്തി ആലോചിച്ചപ്പോ അതങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. ചെറിയ മോന്ന് നിർത്തുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ അതാണോ സംസാരിക്കണ്ടേ? പാവം അമ്മയുടെ ഇരിപ്പ് കണ്ടില്ലേ? ഓ, ഇതില് കൂടുതൽ എന്തു ഭാരം അമ്മയുടെ തലയ്ക്ക് വരാനുള്ളത്? ഏട്ടത്തി ഉറച്ചു തന്നെ നിക്കണം. എന്നാലേ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവൂ. അമ്മേ, രാധയും പ്രിയങ്കയും ഒരുമിച്ച് കയറി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇവരെന്തിനാ വീണ്ടും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ?